pointy sword if it's not me it's pointing toward. I'm not worried, I'll follow her forward. Pop my head open like a car. And pop his head open like a core. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഗെയിമിംഗ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഇപ്പോൾ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ലോഗോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. മുമ്പത്തെ വീഡിയോ ഭയങ്കര ലേറ്റ് ആയിരുന്നു, എനിക്കിത്തിരി എക്സാമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ചാനൽ ഡെഡ് ആവാണ്ടിരിക്കാനങ്ങ് കുറച്ച് ലേറ്റ് ആക്കിയിട്ടിട്ടേ കേട്ടോ, ഭയങ്കര ലേറ്റ് ആക്കിയിട്ടിട്ട് അല്ലെങ്കിൽ ചാനൽ ഡെഡാവും. കുഴപ്പമില്ല, ഡെഡൊന്നും ആവില്ല, നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. ആദ്യത്തേനെങ്കിൽ എന്തോരം ബെറ്ററായിട്ടോ നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ലോഗോ ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ പിന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകണമെന്ന് വെച്ചാൽ PixelLab ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് PicsArt എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിക്കുക. അത് ഓപ്ഷണലാണ്. ഞാൻ ഉപയോഗിക്കേണ്ടത് കാരണം ഇത്തിരി വേറെ ടൈപ്പ് ഇതിനാണ്. അതിനെ പറയുന്നത് ഞാൻ മറന്നുപോയി. ഞാൻ പറയാം, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പബ്ജിക്ക്, ഫ്രീ ഫയർ, CODക്കൊക്കെ ഇങ്ങനത്തെ ലോഗോ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ലോഗോ ഉണ്ടാക്കാവുന്നതാണ്. പബ്ജി ഇപ്പോൾ ഇല്ല, ബാൻ അയക്കുക. കുഴപ്പമില്ല, തിരിച്ചു വരും, എൻ്റെ വിശ്വാസം. ഞാൻ കളിച്ചിട്ടൊന്നുമില്ല, കളി കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ, ഇപ്പം കാണാറില്ല. ഫ്രീ ഫയറിൻ്റെ ഇപ്പം അച്ഛനും ഇങ്ങനത്തെ ഗെയിമൊന്നും കളിക്കാനും സമ്മതിക്കില്ല, അതുകൊണ്ട് കളിക്കാനുള്ള. അപ്പോൾ സമ്മതിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വലുതാവുമ്പോൾ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. ഏജ് ഇത്തിരി 12-13 ഒക്കെ അല്ലേ, എനിക്ക് 11 ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സ് ഫൈനലി അടിച്ചു. ഇനി ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒക്കെ വീഡിയോ ഇടാം കേട്ടോ. നോക്കാം അങ്ങനെ ഇടാൻ, കണ്ടൻറ്റിൻ്റെ ക്ഷാമം നോക്കാം. ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം കണ്ടൻറ്റ്. ഞാൻ ആ ബുക്ക് ഇപ്പോൾ കാണാണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് വീഡിയോ ഇടുന്നത്. കണ്ടൻറ്റ് കുറേ എഴുതി വെച്ചിരുന്നു, അതൊക്കെ കാണാണ്ടായി. അപ്പോൾ നമുക്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിന് ശേഷം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ PixelLab ഒന്നെടുക്കുക. ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ടുണ്ട്, അതിൽ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂ ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലസിൻ്റെ ഐക്കൺ ഉണ്ടാവും. ഞാനൊരു ബാനർ പാക്ക് അല്ല, ഒരു ബണ്ടിൽ പാക്ക് തന്നായിരുന്നു ഒരു വീഡിയോയിൽ. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അല്ലെങ്കിൽ ഐ ബട്ടൺ ഇവിടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഈ ഐ ബട്ടണിൽ തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഐ ബട്ടണിൽ പോയിട്ടൊന്ന് കാണാം. ഇപ്പോൾ കാണണ്ട, പിന്നെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ പോയൊന്ന് ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ ആ സിപ്പ് ഫയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലിഷ്ടമുള്ള ഒരു ബണ്ടിൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ആ ബണ്ടിൽ എവിടെയോ വെച്ചു, ആ ബണ്ടിൽ പാക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, അതെ, ബണ്ടിൽ പാക്ക് ഇവിടെ കിട്ടി. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബണ്ടിൽ എടുക്കുക കേട്ടോ. ഞാനിവിടെ ഈ ഒരു ബണ്ടിലാണ് എടുക്കണത്. എന്നിട്ട് ഞാനിവിടെ ഇതൊന്ന് സൂം ചെയ്തിട്ടുള്ളൊരു ഇതെടുക്കണം കേട്ടോ. ഒരു നല്ലോണം സൂം ചെയ്തിട്ട് ഉള്ളത് എടുക്കണം കേട്ടോ. ഇത് സൂം ആവട്ടെ. നിങ്ങൾ ഇതൊന്ന് ഈ PixelLab ഒന്ന് ഉപയോഗിക്കുമ്പോൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ കൂടുതൽ നോക്കുക കേട്ടോ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വെറുതെ ആഡ് വരും അല്ലെങ്കിൽ PixelLabൽ, അതൊരു കുഴപ്പമാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ ഇതെടുത്തിട്ട് പിന്നെ ഇവിടെ ഈ 3ാമത്തെ ഓപ്ഷനിൽ ഒന്ന് തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. നിങ്ങൾ അതിൽ പോയിട്ട് ഇതിൽ ഈ ഓപ്ഷനിലൊന്ന് തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ടിക്കിലൊന്ന് തൊടുക. ഈ ടിക്കിൽ തൊട്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സേവ് ടു ഇവിടെ ഒരു സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട്. ഇത് ഇവിടെ ഈ 4ാമത്തെ ഓപ്ഷനിലൊന്ന് തൊട്ടിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതൊന്ന് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് തൊടുക. എന്നിട്ട് ഇത് നിങ്ങൾ ഈ പ്രൊജക്റ്റ് കളയുക. വെറുതെ ഇവിടെ
ഈ ബട്ടണിൽ ഒരു തവണ ഒന്ന് തൊട്ടാൽ മതി. അന്നേരം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ആ വീണ്ടും പിക്സൽ ലാബ് ഒന്ന് എടുക്കുക കേട്ടോ. ചിലവരുടെ ക്ലോസ് ആവും, ചിലവരുടെ ക്ലോസ് ആവില്ല. എന്നിട്ട് നിങ്ങൾ ഈ ന്യൂ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക. എനിക്കൊരാവശ്യമില്ല ന്യൂ ടെക്സ്റ്റിൻ്റെ ഈ ലോഗോ ഉണ്ടാക്കണേൽ. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ പ്ലസിൻ്റെ ഐക്കണിൽ പോയിട്ട് നിങ്ങളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഇമേജ് അല്ല കേട്ടോ, നിങ്ങളുടെ ആ ബണ്ടിലിൻ്റെ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ക്രോപ്പ് ചെയ്ത ബണ്ടിൽ, നിങ്ങൾ ആ ബണ്ടിലിൻ്റെ മെയിൻ 2 കളേഴ്സ് ഒന്ന് സെലക്ട് മെയിൻ 2 കളേഴ്സ് ഒന്ന് ആലോചിക്കുക. അതിലെന്ന് വെച്ചാൽ ഒരു ബ്ലാക്കും പിന്നെ ഒരു ഡാർക്കല്ല ലൈറ്റ് ഗ്രേയും കണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആ 2 കളറൊന്ന് ആഡ് ചെയ്യുക. അതിനായിട്ട് ഈ 3ാമത്തെ ഓപ്ഷനിലൊന്ന് തൊടുക. എന്നിട്ട് നിങ്ങൾ ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഇത്രയും ഇങ്ങനത്തെ നല്ലോണം സൂം ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഷേപ്പ് ഇങ്ങനത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്ര സൂം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഓപ്ഷനിലൊന്ന് തൊടാട്ടോ ഇവിടെ. എന്നിട്ട് നിങ്ങൾ ഒരു ഇതുണ്ട് കേട്ടോ, ഈ സംഭവം ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. ഇതൊന്ന് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വൈറ്റ് കളർ ഇവിടെയല്ല ഉദ്ദേശിച്ചേക്കണേ. ഞാൻ ഒരു ഉദ്ദേശിക്കണ കളർ കോമ്പിനേഷൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറ്റിട്ട് ഇത് ഞാനൊരു ബ്ലാക്ക് ആക്കാൻ ഉദ്ദേശിക്കണേ. എന്നിട്ട് ഈ ബ്ലാക്ക് ആക്കിട്ടോ. എന്നിട്ട് നിങ്ങളിത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ അല്ലെങ്കിൽ നേരെ തിരിച്ചും വയ്ക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ എല്ലാത്തിനും നേരെ തിരിച്ചാണ് കേട്ടോ വയ്ക്കണം. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒന്ന് തിരിച്ച് വയ്ക്കാം. ഇത്തിരി ഭംഗിക്കാണ് കേട്ടോ ഞാൻ തിരിച്ചു വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. ഒരു നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഇത്തിരി ഇതിനെ വെക്കണം കേട്ടോ. ഇത്തിരി കറക്റ്റായിട്ട് ഇത്തിരി സമയം എടുത്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് നോക്കാട്ടോ ഇങ്ങനെ കറക്റ്റ് ആണെന്ന്. അതിന് ശേഷം വീണ്ടും ഷേപ്പിൽ പോയിട്ട് അതേ ഷേപ്പ് തന്നെ ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ തവണയെന്ന് വെച്ചാൽ ഈ വൈറ്റ് അല്ല, ഇത്തിരി ഈ ടൈപ്പ് കളർ, ഈ കളർ ഇട്ടോ. ഞാൻ ഇത് കാണിച്ചു തരാം. ഇവിടെ ഈ കോഡ് കണ്ടില്ലേ, ഈ കോഡാണോന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഇത് ഈ കോഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണ പോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇവിടെ ചെയ്ത് വെച്ചേക്കണല്ലേ, അത് നിങ്ങളൊന്ന് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഈ അറ്റത്ത് വയ്ക്കുക, ഈ സൈഡിൽ വയ്ക്കുക കേട്ടോ. ഞാൻ അങ്ങനെ വയ്ക്കാൻ പോവാണ്. അതിന് ശേഷം എന്നിട്ട് നിങ്ങൾ ഇവിടെ ടിക്കിൻ്റെ ഓപ്ഷനിലൊന്ന് തൊട്ടിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ചു വയ്ക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വലുതാക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആക്കുക കേട്ടോ. ഇതിൽ ടൈം എടുത്തിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ ഓപ്ഷൻ എനിക്ക് കാണിച്ചു തരാം. ഈ ഓപ്ഷനിൽ ഇത് എന്നിട്ട് നിങ്ങൾ ഇതിലൊന്ന് തൊട്ടിട്ട് ഇതൊരു ഞാൻ സിമ്പിൾ ട്രിക്ക് പറയണം കേട്ടോ. ഇതിലൊന്ന് തൊട്ടിട്ട് ഇതും ഇങ്ങനെ ആക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊടുക. ഇത് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡി ആയി കിട്ടും. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഈ ഓപ്ഷനിലൊന്ന് തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ മുമ്പൊന്ന് എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ ഇമേജ് ഒന്ന് എടുത്തുകൊണ്ട് വരിക. ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഇമേജ് ഇവിടെ ഉണ്ട്, PNG ആ ഇമേജ് ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങളിത് ഈ ഭാഗത്തായിട്ടൊന്ന് വയ്ക്കുക, ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വയ്ക്കുക. ഈ ടൈപ്പിലായിട്ടൊന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ലോക്ക് ചെയ്യുക. ആ ലോക്ക് ചെയ്യണ സാധാരണ ഇതേപോലെ തന്നെ രീതിയിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതേ സംഭവമില്ല, ഈ സംഭവം ഇതിങ്ങനെയല്ല കേട്ടോ. ഇത്തിരി മേളിലേക്ക് കയറ്റി വയ്ക്കുക. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് കുറച്ച് നേരം എടുത്ത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഫുള്ള് പൊട്ടത്തരാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് തവണ ചെയ്തപ്പോൾ കുറേ പൊട്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇത് തന്നെ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പതുക്കെ ചെയ്യുന്നത് ഇത്തിരി തെറ്റാണ്ടിരിക്കാനാ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇതിലൊന്ന് തൊട്ടിട്ട് അതൊന്ന് ടൈറ്റല്ല, ഇതൊന്ന് കറക്റ്റ് അനങ്ങാത്ത രീതിയിൽ വെക്കുക. അതിന് ശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് ഇപ്പോൾ തന്നെ എക്സ്പോർട്ട് ചെയ്തില്ലായിരുന്നു ഈ ഇമേജ്, ഈ സംഭവമില്ലേ,
അത് തന്നെ ഒന്നും കൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ അവിടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതാനുള്ളതാണ്. ഇവിടെ ഈ സംഭവം. അതിന് ശേഷം ഇവിടെ ഇതൊന്ന് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിനൊന്ന് സ്ട്രോക്ക് ഇട്ടോ കേട്ടോ. മറ്റേതിൽ നിന്നൊന്ന് മാറ്റി വേറെ രീതിയിൽ. അതും ഇതും ഒരേ ഇമേജ് ആയതുകൊണ്ട് ഒരേപോലെ ഒന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ബ്ലാക്ക് സ്ട്രോക്ക് ഇട്ടിട്ടോ. സ്ട്രോക്ക് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് ഇടണയാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഓക്കെ കൊടുക്കുക. അവിടെ ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇത്ര ഒന്ന് വലുതാക്കുക, നിങ്ങൾക്ക് ഇഷ്ടത്തിന് വലുതാക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തൊടുക. എന്നിട്ട് ഇവിടെ അല്ല, ഇവിടെ ഇതിൽ തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ ഞാൻ എക്സ്പോർട്ട് ചെയ്യണ പോലെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സംഭവം മസ്റ്റല്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഒരു ബോർഡർ ഇതിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പിക്സാർട്ട് ഒന്ന് എടുക്കുക കേട്ടോ. ഈ പിക്സാർട്ട് ഞാൻ നെറ്റ് ഓഫ് ആക്കിയത് കൊണ്ട് നോ കണക്ഷന് ചിലപ്പോൾ വരും, ഒന്ന് ലോഡാവട്ടെ. ഇത് നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ളതിൽ വന്നു കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു ഇതൊന്ന് ഈ പ്ലസ് ഐക്കണിലൊന്ന് തൊടുക. അതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ഇമേജ് ഒന്ന് ഇതിലിടുക കേട്ടോ. അതിന് ശേഷം ഇതല്ല സോറി ഇതല്ല കേട്ടോ. ഞാനിപ്പോൾ ഇപ്പോൾ അതിൽ ആ കെയിൻ മാസ്റ്റർ അല്ല, ഇതില്ലേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയില്ലോ. അത് ഇതില്ലേ PixelLabൽ ഇത് എക്സ്പോർട്ട് ചെയ്ത ഇമേജ് ഒന്ന് വെക്കുക കേട്ടോ. ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഈ അറ്റത്തെന്തോ ഈ അറ്റത്തിരി ഇതാ പച്ച കളർ വന്നു. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്താൽ മതി. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശരിയാവും. അത് ഞാൻ ഒന്നും കൂടെ ചെയ്യാൻ നിൽക്കണില്ല, നിങ്ങളിപ്പോൾ ചെയ്തോ. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഇതല്ല കേട്ടോ. നിങ്ങളിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഡ്രോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഡ്രോ അതിലൊന്ന് ഇവിടെ ഈ ഡ്രോ ഒന്ന് ആക്കട്ടെ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ഈ ഡ്രോ എന്ന് പറയുന്ന ഈ ഡ്രോൻ്റെ ഓപ്ഷനിലൊന്ന് തൊടുക കേട്ടോ. ഈ ഡ്രോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ഈ കളറുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ അതിലൊന്ന് തൊട്ടിട്ട് ഈ സംഭവം ഇത് വൈറ്റാണ്, അതൊന്ന് ബ്ലാക്ക് ആക്കട്ടെ. ഈ സംഭവത്തിലൊന്ന് തൊടുക കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ഡ്രോ ചെയ്യുക കേട്ടോ. ഇതിങ്ങനത്തെ ഒരു രീതിയിലൊന്ന് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് കറക്റ്റ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ടിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വൈറ്റ് ആക്കട്ടെ. ഇവിടെ ഈ ടിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ടിക്കിലൊന്ന് തൊടുക. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിലൊന്ന് തൊടുക. എന്നിട്ട് നിങ്ങളിത് ബാക്ക് അടിച്ച് വന്നു കേട്ടോ. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും PixelLab ഒന്ന് എടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട് കേട്ടോ. ഈ ഇമേജ് ഒന്ന് കളയാട്ടോ. ഇത് ഞാനൊന്ന് കറക്റ്റ് ആക്കട്ടെ. എന്നിട്ട് ഈ ഇമേജ് ഒന്ന് വീണ്ടും ഇങ്ങനെ ഓക്കെ. അതൊന്ന് എടുക്കട്ടെ കേട്ടോ. PixelLab ഒന്നും കൂടെ PixelLab ഒന്ന് എടുത്തു. ഇവിടെ എന്നിട്ട് ഈ ന്യൂ ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾ ന്യൂ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ PicsArtൽ എക്സ്പോർട്ട് ചെയ്ത ഇമേജ് നിങ്ങൾ ഇതിലേക്കൊന്നും കൂടെ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളിതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഈ ലോക്കിലൊന്ന് തൊടുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് സൂം ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഈ സൂമിലൊന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് വലുതാക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുക കേട്ടോ. അതിന് ശേഷം ഈ സൂമിൻ്റെ ആ ബട്ടണിലൊന്നും കൂടെ തൊടുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീണ്ടും ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ പോയിട്ട് ഇങ്ങനെ ആക്കുക കേട്ടോ. ഇതൊന്ന് കവർ ചെയ്യണ രീതിയിൽ വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഈ കളറൊന്ന് ബ്ലാക്ക് കളറാക്കണം കേട്ടോ. ബ്ലാക്ക് ആക്കി അതിന് ശേഷം ഇവിടെ ഒരു സൂം എന്ന് പറയുന്ന ഒരു സൂം ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. സൂമിൻ്റെ ഓപ്ഷൻ തന്നെ. എന്നിട്ട് ഇത് ഇത്തിരി ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുക കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഈ ടിക്കിലൊന്ന് തൊടുക കേട്ടോ. ഈ ടിക്കിലൊന്ന് തൊടുക. എന്നിട്ട് അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഒന്ന് തൊടുക. എന്നിട്ട് ഇതിലൊന്ന് തൊടുക കേട്ടോ. ഈ ലെൻസിൻ്റെ ഓപ്ഷനിലൊന്ന് തൊട്ടിട്ട്
എന്താ വീണ്ടും ആ ലെൻസിൻ്റെ ഓപ്ഷനിലൊന്ന് തൊട്ട് സൈഡിലേക്ക് ആക്കാം. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും കൂടെ ഷേപ്സിൽ പോവുക. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യണം കേട്ടോ. ഈ താഴത്തെ ഭാഗം ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിവിടെ ഇങ്ങനെ ഒന്നും കൂടെ ഇതെടുത്തിട്ട് ബ്ലാക്ക് കളറാക്കുക. ഞാൻ ബ്ലാക്ക് കളറ് ഇത് ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആവും കേട്ടോ. അത് കുഴപ്പമില്ല, ഞാനത് മാറ്റാൻ വേറെ രീതി ഉണ്ട്. എന്നിട്ട് ഇതിവിടെ ഈ വീണ്ടും ലെൻസിലൊന്ന് തൊട്ടിട്ട് സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് ആ ലെൻസിൻ്റെ ഓപ്ഷനിൽ വീണ്ടും തൊട്ടിട്ടൊന്ന് കറക്റ്റ് രീതിയിലാക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഈ ടിക്കിലൊന്ന് തൊടുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങളൊന്ന് ഇതിലത് ഇതാക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തൊട്ടിട്ട് വീണ്ടും ലെൻസിലൊന്ന് തൊട്ടിട്ട് ഇത് ചെറുതാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാട്ടെ. ഇത് ഇത്തിരി ഞാൻ വലുതാക്കി ഇത്തിരി പൊട്ടത്തരം കാട്ടിയതാണ് കേട്ടോ. ഇത്തിരി വീതി കുറച്ചിട്ടുള്ളതും ആക്കാവുന്നതാണ് നിങ്ങൾക്ക്. എന്നിട്ട് ഇവിടെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് തൊട്ടിട്ട് എല്ലാതും ഒന്ന് ലോക്കാക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റ് വല്ലതും ആഡ് ചെയ്യാം, നിങ്ങളുടെ ചാനലിൻ്റെ പേര് വല്ലതും. ഞാൻ ആഡ് ചെയ്യണതെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഇടുക കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൻ്റെ ഷോർട്ട് ഫോമാണ് ഇടുന്നത്, വലുതാണ്. എൻ്റെ ചാനലിൻ്റെ പേര് വലുതായതും കൊണ്ട് ഇത് ഇത്തിരി വലുത്, അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഫോമാണ് ഇടണേ. ഷോർട്ട് ഫോമോടെ TGM. ഇത്തിരി സ്ക്രീനിൽ വെള്ളമായതും കൊണ്ട് കേട്ടോ, വെള്ളം ആയതുകൊണ്ട് ഇത്തിരി ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇവിടെ ഈ സംഭവം കാണണത് സോറി സേഫ്റ്റി ഗാലറി കൊടുക്കല്ലേ, അതറിയാണ്ട് ഇത്തിരി വെള്ളമായി. അപ്പോൾ ഫ്രണ്ട്സ് ഇതിങ്ങനെ ആയിട്ട് നിങ്ങളിവിടെ ഈ ന്യൂ ടെക്സ്റ്റിലൊന്ന് തൊടുക. അറിയാണ്ട് ഡീസെലക്ട് ആയിരുന്നു. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഡിറ്റിലൊന്ന് തൊട്ടിട്ട് നിങ്ങളുടെ ഇത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് നിങ്ങളിവിടെ ഒന്നാക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഫോണ്ട് ഇഷ്ടമുള്ളത് നിങ്ങളൊന്ന് എടുക്കുക. എൻ്റെ കയ്യിൽ കുറേ ഫോണ്ടുണ്ട്. കുറേ ഫോണ്ട് നിങ്ങൾക്ക് കുറേ ഫോണ്ടൊക്കെ നിങ്ങളെങ്ങനെയാണെന്നൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് കുറേ വീഡിയോ കിട്ടുന്നതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആക്കാട്ടോ. ഇങ്ങനെ റിലേറ്റീവ് പൊസിഷനിൽ പോയിട്ട് ഇങ്ങനത്തെ ആക്കാം. സോറി ഇങ്ങനെയല്ല, ഇവിടെ ഇതൊന്ന് വെച്ചിട്ട് ഇത് മാത്രം ഒന്ന് തൊടുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നിങ്ങൾക്ക്. അതിന് മുമ്പ് നിങ്ങളിതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ചാനലിൻ്റെ ലോഗോ ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. ഒന്ന് കാണണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് കാണുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊരു കാര്യം ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ എൻ്റെ അനലിസ്റ്റിക്സ് കുറച്ച് ദിവസം മുമ്പ് നോക്കിയപ്പോൾ 85.8 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അവർ റെഗുലറായിട്ട് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. 85.8% മീൻസ് ഒരു 86% ആൾക്കാരും ടോട്ടലായിട്ട് കണ്ടിട്ടില്ല. നമ്മളുടെ 50% ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എപ്പോൾ ഒരു കൈ അടിക്കണ്ടേ. കുഴപ്പമില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൾഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളിരുന്ന പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും അതിന് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണിൽ പ്രസ് ചെയ്യണം. ഇപ്പോൾ സ്ക്രീനിൽ കാട്ടണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് തൊട്ടു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണിൽ സെറ്റ് ചെയ്യണമെങ്കിൽ പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും അതിൽ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോ ടാറ്റ ബൈ ബൈ, സീ യു.